അടുത്തത് ഡാൻഡ്രഫിന് വേണ്ടിയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഓസോൺ ട്രീറ്റ്മെന്റ് ഫോർ ഡാൻഡ്രഫ്. നമസ്കാരം, ഷീ സ്റ്റൈലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായി നമ്മൾ ഫേഷ്യലിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നൊരു കുറച്ച് വ്യത്യാസമായിട്ട് ഓസോൺ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു ഹെയറിനെ കുറിച്ച്, ഹെയർ സംരക്ഷണത്തെക്കുറിച്ച് നമുക്ക് കാണാം. ഹെയർ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു പ്രധാന പ്രശ്നമാണ് ഡാൻഡ്രഫ്. വളരെയധികം ഡാൻഡ്രഫ് കൊണ്ട് വിഷമിക്കുന്ന കുട്ടികളാണ് കൂടുതൽ പേരും. ആ ഡാൻഡ്രഫ് എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ചാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ധാരാളം ഡാൻഡ്രഫുള്ള ഹെയറാണിത്. കുറച്ച് കൂടുതലായിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് മാറ്റാം എന്ന് നോക്കാം. ടീനേജേഴ്സിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. എല്ലാ പ്രായക്കാരിലും ഉണ്ടെങ്കിലും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ടീനേജേഴ്സിലാണ്. ആദ്യം ഈ സ്കാൽപ്പിൽ ഇളക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഒന്ന് മസാജ് ചെയ്യുക. സ്കാൽപ്പിൽ നന്നായിട്ട് ഇതുകൊണ്ടൊരു മസാജ്, വൈബ്രേഷൻ കോംബ് കൊണ്ട് മസാജ് ചെയ്യുക. കൂടുതലായി ഒന്ന് മസാജ് ചെയ്യുക. മസാജ് ചെയ്ത ശേഷം ഓസോൺ റേസ് സ്കാൽപ്പിലുള്ള ഡാൻഡ്രഫിന് കാരണമായ ജേംസിനെ ഇല്ലാതാക്കാനാണ് ഈ ഓസോൺ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇതിലൂടെയുള്ള ഈ അൾട്രാവയലറ്റ് റേസ് സ്കാൽപ്പിലുള്ള റേസ് ബാക്ടീരിയ കംപ്ലീറ്റ് നശിപ്പിച്ച് കളഞ്ഞ് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും. ഇത് ഹെയറിലോട്ട് ചെയ്യേണ്ട കാര്യമില്ല, സ്കാൽപ്പിൽ മാത്രം മതിയാവും. സാധാരണ ഈ ഉച്ചി ഭാഗത്താണ് ഇത് കൂടുതലായിട്ടുള്ളത്. കംപ്ലീറ്റ് ഇളകിയിരിക്കുകയാണ്. നേരത്തെ വൈബ്രേഷൻ ബാറ്ററി ബ്രഷ് കൊണ്ട് ചെയ്തപ്പോഴേ കുറച്ച് ഇളകിക്കഴിഞ്ഞു. ഡ്രൈ ഹെയറിലാണ് ഓസോൺ റേസ് കൊടുക്കേണ്ടത്. ശേഷം ഇത് ഹോട്ട് ഓയിലാണ്. ഇതിൽ നാരങ്ങ, വാസലിൻ, ഷാ ഓയിൻ്റ്, കർപ്പൂരം ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഇവ നന്നായി മിക്സ് ചെയ്ത ശേഷം ഈ സ്കാൽപ്പിൽ ഒരു കോട്ടൺ കൊണ്ട് കുറേശ്ശെ അപ്ലൈ ചെയ്യുക. കോമ്പ് കൊണ്ട് ഓരോ ലെയറും എടുത്ത് മാറ്റിയ ശേഷം സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ചീപ്പ് കൊണ്ട് നന്നായി ചെയ്യുക. ഒരു സൈഡ് കഴിഞ്ഞ് ഇനി അടുത്ത സൈഡിലേക്ക് വീണ്ടും നന്നായിട്ട് സ്കാൽപ്പിൽ പിടിപ്പിക്കുന്നത്. അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തലയ്ക്ക് നല്ലൊരു കുളിർമയും കൂടിയാണത്. ആദ്യം കൂടുതലായിട്ടുള്ളപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് 2-3 സിറ്റിംഗ് ചെയ്യുക. പിന്നീട് കുറഞ്ഞ് വന്നതിന് ശേഷം മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി.
കംപ്ലീറ്റ് പുരട്ടിയ ശേഷം സ്കാൽപ്പിൽ നന്നായിട്ടൊരു മസാജ്, സോഫ്റ്റ് മസാജ് ചെയ്യുക. കാരണം സ്കാൽപ്പിൽ എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ആകുന്നതിന് വേണ്ടിയാണ്. ഈ തമ്പ് വെച്ച് ഇങ്ങനെ റൗണ്ട് വേസ് മസാജ് ചെയ്യുക. മസാജ് ചെയ്യുന്നതിനും പ്രത്യേക സ്റ്റെപ്സ് ഉണ്ട്. എങ്ങനെയെങ്കിലും ചെയ്താൽ മതിയാവില്ല. തലയിൽ കംപ്ലീറ്റ് പ്രഷർ പോയിൻറ്റ്സ് ആണ്. അതുകൊണ്ട് നന്നായി നോക്കി വേണം മസാജ് ചെയ്യാൻ. വളരെ സോഫ്റ്റ് ടച്ചിങ് ആയിരിക്കണം, അല്ലെങ്കിൽ ഹാർഡായിട്ട് ടച്ച് ചെയ്താൽ തലവേദന വരാൻ ചാൻസ് ഉണ്ട്. വളരെ സോഫ്റ്റ് ടച്ചിങ് ആയിരുന്നാൽ നല്ലൊരു സുഖകരമായ ഒരു അവസ്ഥയായിരിക്കും. ഉറക്കം വരുമ്പോലെ തോന്നും. അത്ര നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. ശരിക്കും ഫിംഗർ ടിപ്സ് വെച്ച് മസാജ് ചെയ്യേണ്ട. ഫിംഗർ ടിപ്സ് വെച്ച് മാത്രം മസാജ് ചെയ്യുക. ഇപ്രകാരം ഒരു 10 മിനിറ്റെങ്കിലും മസാജ് ചെയ്തിരിക്കും. ഈ തമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒരു മസാജ് ഉണ്ട്. തലയിൽ എല്ലാ ഭാഗത്തും പ്രഷർ പോയിൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ചെയ്യാവൂ. താരൻ കൂടുതലായിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വേണമെങ്കിലും ഈ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഓസോൺ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഒരു ബ്യൂട്ടി പാർലറിൽ വന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഓസോൺ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നന്നായിട്ട് ഇത് മാറി കിട്ടുള്ളൂ. അത്യാവശ്യം ബ്യൂട്ടി പാർലറിൽ വരാൻ സമയമില്ലാത്തവർക്ക് ഹോട്ട് ഓയിൽ മസാജെങ്കിലും ചെയ്യാൻ നല്ലതാണ്. ശരിക്കും വളരെ റിലാക്സ് ചെയ്ത് ചെയ്യാവുന്നൊരു മസാജാണ്. അതിനുശേഷം വീണ്ടും ഒന്ന് വൈബ്രേഷൻ കോംബോ കൊണ്ട് ഒന്നും കൂടി ചെയ്യുക. ഈ ഓയിൽ എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. താരനെല്ലാം ഇളക്കി കഴിഞ്ഞു. കംപ്ലീറ്റ് എല്ലായിടത്തും മുടിയിലും എല്ലാം ഓയിൽ നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞു. ഇനി അതിനുശേഷം വീണ്ടും കൈകൊണ്ട് ഒന്നുകൂടി മസാജ് ചെയ്ത് അഞ്ച് മിനിറ്റ് ഉണങ്ങിയ ശേഷം നല്ലൊരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു കൊണ്ട് വാഷ് ചെയ്ത് കളയുക. ഇത് ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് ഒരു 2-3 സിറ്റിംഗ് തുടർച്ചയായി ചെയ്യുക. അതിനുശേഷം മാസത്തിലൊന്ന് ചെയ്താൽ മതി. ഒരിക്കലും ഇങ്ങനെ മസാജ് ചെയ്യാൻ പാടില്ല. ഫിംഗർ ടിപ്സ് വെച്ച് മാത്രം മസാജ് ചെയ്യുക.
5 മിനിറ്റ് ഉണങ്ങാൻ. അഞ്ച് മിനിറ്റ് ഉണങ്ങാൻ അനുവദിക്കുക. 5 മിനിറ്റിന് ശേഷം ഇത് നല്ലൊരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു കൊണ്ട് വാഷ് ചെയ്ത് കളയുക. തലയിൽ മസാജ് ചെയ്യാനെടുത്ത ഓയിൽ വാസലിൻ ഓയിലുണ്ട്, അതിൽ കർപ്പൂരം പൊടിച്ച് ചേർത്തിട്ടുണ്ട്, നാരങ്ങ നീരുണ്ട്, പിന്നെ ഷഹനാസിൻ്റെ ഓയിൻ്റ് എന്ന് പറഞ്ഞൊരു ക്രീമുണ്ട്, പിന്നെ കുറച്ച് അത്യാവശ്യം ഷഹനാസിൻ്റെ തന്നെ വേറെ പ്രോഡക്റ്റ്സ് ഉണ്ട്. താരന് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഹെർബൽ ഓയിലും കൂടെ ഇതിൽ മിക്സ് ചെയ്ത് എല്ലാം കൂടി ചൂടാക്കിയ ശേഷം ഒരു എഗ് വൈറ്റും കൂടെ ചേർത്തതിന് ശേഷമാണ് ഇത് മസാജ് ചെയ്ത് പിടിപ്പിക്കുന്നത്. ഇത് നന്നായി മസാജ് ചെയ്ത് പിടിപ്പിച്ച ശേഷം എഗ് വൈറ്റ് ചേർക്കുന്നതെന്ന് വെച്ചാൽ മുടിക്കൊരു കണ്ടീഷണർ, അതിൻ്റെ ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എഗ് വൈറ്റ് ചേർക്കുന്നത്. മാത്രമല്ല എഗ് വൈറ്റ് ഒരു പ്രോട്ടീനും കൂടെയാണ്, അങ്ങനെ പ്രോട്ടീൻ്റെ ഇഫക്റ്റും കൂടെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. പിന്നെ നാരങ്ങ നീരെന്ന് പറയുമ്പോൾ നാരങ്ങ ഈ ആൻറ്റിസെപ്റ്റിക്കാണ്. കാരണം നാരങ്ങയുടെ നീരിന് ഈ ജേംസിനെ നശിപ്പിക്കാനുള്ള ഒരു കഴിവുള്ളതുകൊണ്ടാണ് നാരങ്ങ ചേർക്കുന്നത്. ആദ്യത്തെ ഒരു പ്രാവശ്യമാണ് കൂടുതലായിട്ട് നാരങ്ങ ചേർക്കുന്നത്. പിന്നീട് ഉള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നാരങ്ങയുടെ കണ്ടൻറ്റ് വളരെ കുറയ്ക്കും. കാരണം ഗ്രേ ടെൻഡൻസി ഉള്ള ഹെയർ ആണെങ്കിൽ പെട്ടെന്ന് നരയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാരങ്ങയുടെ അളവ് പിന്നീട് കുറച്ചേ ഉപയോഗിക്കുള്ളൂ. കർപ്പൂരം നന്നായി പൊടിച്ച് ചേർക്കുക, അധികം തരിയില്ലാതെ തന്നെ പൊടിച്ച് ചേർത്താൽ മതി. ഇതിപ്പം തലയിൽ ഷാമ്പു ചെയ്ത് വന്ന മുടിയാണ്. ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ഓയിൽ മസാജ് കഴിഞ്ഞ് നന്നായിട്ട് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു വെച്ച് കഴുകി വന്ന തലമുടിയാണ്. ഇനി ഇതിന് ഉണക്കിയ ശേഷം ഏതെങ്കിലും ഡ്രയർ ഉപയോഗിച്ച് ഉണക്കാം, അതല്ലെങ്കിൽ തനിയെ സ്വാഭാവികമായിട്ട് തന്നെ ഒന്ന് ഉണങ്ങിയ ശേഷം നമുക്കിഷ്ടമുള്ള രീതിയിൽ ഹെയർ ഡ്രസ് ചെയ്ത് പുറത്തേക്ക് പോകുന്നെങ്കിൽ പോകാവുന്നതാണ്. പിന്നെ ഇങ്ങനെ ഒരു ഹോട്ട് ഓയിൽ മസാജ് ചെയ്തത് കാരണം നല്ല ഉറക്കവും തലയ്ക്ക് നല്ലൊരു കുളിർമയും കണ്ണിനും നല്ലൊരു കുളിർമ കിട്ടും. മാത്രമല്ല താരനും മാറി കിട്ടും. താരൻ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലിന് കാരണമാണ്. ഈ താരൻ്റെ കുറേശ്ശെ ഇങ്ങനെ അതിൻ്റെ ഡസ്റ്റ് വീണ് ഈ സൈഡിലെല്ലാം ചെറിയ കുരുക്കൾ, അങ്ങനെ അലർജി പോലെ അതുണ്ടാവാൻ സാധ്യതയുണ്ട്. ഐബ്രോസിലെ മുടി കൊഴിഞ്ഞു പോകും, ഐലാഷസ് കൊഴിഞ്ഞു പോകും, അങ്ങനെയെല്ലാം ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഡാൻഡ്രഫ് എത്രയും വേഗം ഉണ്ടായാൽ അത് മാറ്റിക്കളയേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്.